റേഷൻ വ്യാപാരികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റും തലപ്പള്ളി താലൂക്ക് വൈസ് പ്രസിഡന്റുമായ കെ സേതുമാധവൻ. വാഗ്ദാന ലംഘനം, അവഗണന, ഉദ്യോഗസ്ഥ പീഡനം എന്നിവയിൽ പ്രതിഷേധിച്ച ഒക്ടോബർ 7-ന് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നിയമസഭാ മാർച്ചിന് പുറകെ കേരളപ്പിറവി ദിനത്തിൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തലപ്പള്ളി താലൂക്ക് ഓഫീസ് പരിസരത്തും സമരം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. റേഷൻ വിതരണ സമയക്രമത്തിലെ പുതിയ പരിഷ്കരണം റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെച്ച നിരവധി ആവശ്യങ്ങളിൽ ഒന്നു മാത്രമാണെന്നും നടപടി ആശ്വാസകരമാണെന്നും സേതുമാധവൻ ന്യൂസ് ട്രാക്കിനോട് പ്രതികരിച്ചു. അത് നടപ്പാക്കി കിട്ടുക, അപ്പോൾ ആ കാര്യങ്ങളിൽ മാറ്റം വരുത്തി ജീവിക്കാൻ ആവശ്യമായ വേതനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് സർക്കാരിൻ്റെ മുമ്പിൽ വച്ച ആവശ്യങ്ങളൊന്നും നിറവേറ്റപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തി നോക്കിയിട്ട് ഒന്നും നടക്കണില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം 7-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് ഞങ്ങളുടെ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തും തീരുമാനമായില്ലെങ്കിൽ നവംബർ 1-ാം തീയതി സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിൽ ഒരു സത്യാഗ്രഹ സമരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ സമരം ഒരുപക്ഷെ അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് ഇതിൻ്റെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ പതിയുന്നില്ലെങ്കിൽ അത് ഞങ്ങൾ വളരെയധികം ശുഷ്കാന്തിയോടെ എടുക്കുകയും ശക്തമായ ഒരു സമരത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. 7-ാം തീയതിയിലത്തെ സമരത്തിന് തയ്യാറായി കഴിഞ്ഞു. 1-ാം തീയതിയിലത്തെ സമരത്തിൻ്റെ നോട്ടീസ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ 15 ആവശ്യങ്ങളിൽപ്പെട്ട ഒരാവശ്യം എന്നുള്ള നിലയ്ക്കുള്ള ഈ സമയമാറ്റം സർക്കാർ അനുവദിച്ച് ഉത്തരവായിട്ടുള്ളത്. അതിനിപ്പോൾ സർക്കാരിന് പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യതയൊന്നും വരുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആയിക്കോട്ടെ, കിട്ടിയത് ലാഭം, അത്രയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും തുടർന്നും വലിയ ഒരു സമരത്തിലേക്ക് റേഷൻ വ്യാപാരികളെ തള്ളിവിടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്.